വെൽക്കം ടു എഡ്ജ് വാലറ്റ്. ഓണപരീക്ഷയാവാറായി. സ്കൂളിലിടുന്ന എക്സാം ആണ്, സ്കൂളിലെ ടീച്ചേഴ്സ് ഇടുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അതുകൊണ്ട് തന്നെ ടഫ് ആവാനുള്ള ചാൻസ് വളരെ ഹൈ ആണ്. എന്നാൽ കുറച്ച് ദിവസം കൂടി പരീക്ഷയ്ക്കുള്ളൂ. നിങ്ങൾ ഭൂരിഭാഗം കുട്ടികളും വിചാരിക്കുന്നുണ്ടാവുക പരീക്ഷയുടെ തലേ ദിവസം പഠിക്കാനാണ്. അങ്ങനെ പഠിച്ചിട്ട് എല്ലാം പഠിച്ചെത്തില്ല. മാത്രമല്ല, ഇതൊരു ഗവൺമെന്റ് ഇടുന്നൊരു ക്വസ്റ്റ്യൻ പേപ്പർ അല്ല, നിങ്ങളെ സ്കൂളിലെ ടീച്ചേഴ്സ് ഇടുന്ന പേപ്പറാണ്. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാം, അവരെന്തൊക്കെ പഠിപ്പിച്ചു അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ഇടാനായിട്ട് പറ്റും. അപ്പൊ അതുകൊണ്ട് ഇതൊരു റിസ്കി എക്സാം ആണെന്ന് പറയാം. പക്ഷേ ഇത് പേടിക്കേണ്ട കാര്യമല്ല. നിങ്ങൾ പ്രോപ്പറായിട്ട് പഠിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. സോ എക്സാം ആണെന്നൊക്കെ അറിയാം, എല്ലാവർക്കും അറിയാം പരീക്ഷയാണ്. പക്ഷെ എന്നിട്ടും പഠിക്കാൻ തോന്നുന്നില്ല. ഓണപരീക്ഷയാണ്, അല്ലെങ്കിൽ സ്കൂളിലെ ക്ലാസ് ടെസ്റ്റ് ഉണ്ട്, കുറെ എക്സാംസ് ഒക്കെ മുമ്പിൽ വരുന്നുണ്ട്. നിങ്ങൾക്കറിയാലോ, ഓണപരീക്ഷ എന്ന് പറയുമ്പോൾ നിങ്ങൾ സ്കൂളിൽ ഇടുന്ന പേപ്പർ ആണെങ്കിലും അടുപ്പിച്ചടുപ്പിച്ചാണ് പരീക്ഷകൾ വരിക. കുറെ ഗ്യാപ്പ് ഒന്നും എക്സാമുകൾക്ക് ഉണ്ടാവില്ല. ഇന്ന് ഫിസിക്സ് ആണെങ്കിൽ നാളെ കെമിസ്ട്രി, പിന്നെ മാത്സ്, അങ്ങനെ അങ്ങനെ പൊക്കോണ്ടേയിരിക്കും. അതെല്ലാ ക്ലാസ്സിലെ കുട്ടികൾക്കും അങ്ങനെ തന്നെയാണ്. സോ എത്ര പരീക്ഷയായിട്ടും പഠിക്കാൻ തോന്നുന്നില്ല, പഠിക്കാൻ പറ്റുന്നില്ല, മടിയാവാണ്, അങ്ങനെയുള്ള കുട്ടികളോടാണ് ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പഠിച്ചിട്ട് ഓർമ്മയിൽ നിൽക്കുന്നില്ല എന്ന് കംപ്ലൈന്റ് ഉള്ള കുട്ടികൾ, കുറേ മണിക്കൂറോളം ഞാൻ പഠിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് എക്സാമിന് ചെന്നിരുന്നാൽ ഇതൊന്നും ഓർമ്മയിൽ നിൽക്കുന്നില്ല എന്നുള്ള കംപ്ലൈന്റ് ഉള്ള കുട്ടികളുണ്ട്. മാത്രമല്ല, പഠിക്കാൻ വേണ്ടി ഇരിക്കുന്നു, ബുക്ക് എടുക്കുന്നു, അപ്പോൾ ഒരു ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നു, അപ്പൊ ആ ഫോൺ നോക്കും, പിന്നെ പഠിക്കാൻ പറ്റില്ല, പിന്നെ ഡിസ്ട്രാക്ഷൻ, പിന്നെ അവർ ബുക്കിലേക്ക് നോക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ പഠിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ ഉറക്കം വരിക, ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളുള്ള കുട്ടികളുണ്ട്. സോ ഈ 20-21 ദിവസം കൂടി നമുക്ക് പരീക്ഷയ്ക്കുള്ളൂ. വളരെ കുറച്ച് ദിവസങ്ങൾ കൂടിയുള്ളൂ ഓണപരീക്ഷയ്ക്ക്. നല്ല രീതിയിൽ ഫസ്റ്റ് എക്സാം ആണ് എല്ലാവരും എഴുതാൻ പോകുന്നത് ഈ വർഷത്തെ. അപ്പോൾ നല്ല രീതിയിൽ അതിന് ഫേസ് ചെയ്യണം, നല്ല മാർക്സ് സ്കോർ ചെയ്യണം. അതിനു വേണ്ടി കുറച്ച് വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഞാൻ എക്സാം ടൈമിൽ ഫോളോ ചെയ്തതും, ഇപ്പൊ ആകെ 2 ആഴ്ചയുള്ള പരീക്ഷയ്ക്ക് എന്നുണ്ടെങ്കിലും ഇത് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് A+ കൺഫേം ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. നല്ല മാർക്സിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. പഠിക്കാൻ തോന്നാത്ത കുട്ടികൾ എല്ലാവരും പഠിക്കാൻ തുടങ്ങും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ചെയ്യേണ്ട ഒന്ന്, ഇപ്പൊ നാളെ മുതൽ നിങ്ങൾ പഠിക്കാൻ തുടങ്ങാന്ന് വിചാരിക്കും. നാളെ മുതൽ ഞാൻ പഠിച്ചിരിക്കും, ഞാൻ പ്രോപ്പറായിട്ട് ഓണപരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാൻ പോവാണ്, എനിക്ക് ഫസ്റ്റ് എക്സാമിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യണം, അങ്ങനെയുള്ള കുട്ടികൾ, ആഗ്രഹമുണ്ട്, പഠിക്കണം എന്ന് ആഗ്രഹമുള്ള കുട്ടികൾ, നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം പ്ലാൻ ദ റൂട്ടീൻ. നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു, നാളെ രാവിലെ മുതൽ എപ്പോൾ ഞാൻ പഠിക്കാനിരിക്കണം, എപ്പോഴാണ് സ്കൂളിൽ പോകുന്നത്, തിരിച്ചു വരുമ്പോൾ എപ്പോഴാണ്, ഏത് സമയത്ത് ഞാൻ പഠിക്കാനിരിക്കണം എന്നൊരു പ്ലാൻ നിങ്ങളെ മനസ്സിൽ ഉണ്ടാവണം. ഓരോ സ്റ്റുഡൻസും ഓരോ സമയത്താണ് സ്കൂളിൽ പോവുക. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു പ്ലാൻ വേണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർണിംഗ് റൂട്ടീൻ ആണ്. നിങ്ങൾക്ക് എല്ലാ കുട്ടികൾക്കും വരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് പ്ലാനിങ്ങും സ്റ്റഡി പ്ലാനൊക്കെ ഉണ്ട്, പക്ഷെ ഒരു ദിവസം തെറ്റിയാൽ പിന്നെ അത് പഠിക്കില്ല. മാത്രമല്ല, മിക്ക കുട്ടികളും ഇവിടെ സ്കൂൾ കഴിഞ്ഞ് വന്നിട്ട് രാത്രി ഇരുന്ന് പഠിക്കാൻ നോക്കും. പക്ഷെ രാത്രി നമുക്ക് ആകെ കൂടി കിട്ടാൻ കുറച്ച് സമയമാണ്. അതിനിടയിൽ പഠിച്ച് അവസാനിപ്പിക്കാൻ പറ്റുന്നില്ല. സ്കൂളിലേക്കുള്ള എക്സാംസ്, അല്ലെങ്കിൽ അസൈൻമെന്റ്സ്, റെക്കോർഡ്സ്, കാര്യങ്ങളൊക്കെ ആയിട്ട് പോകും. അപ്പൊ അതുകൊണ്ട് ഏതൊരു ഇപ്പൊ ലോകത്തുള്ള എത്ര റാങ്ക് കിട്ടിയ, അല്ലെങ്കിൽ എത്ര A+ കിട്ടിയ കുട്ടികൾക്കും അവർക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർണിംഗ് റൂട്ടീൻ ആണ്. അവരെ എണീക്കുന്ന സമയം, അവരെ എണീറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, മോർണിംഗ് റൂട്ടീൻ നിങ്ങൾ എന്തായാലും ഫോളോ ചെയ്യുക. രാവിലെ കുറച്ച് നേരത്തെ എണീറ്റ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് പഠിക്കാനുള്ള സമയം കിട്ടും. അല്ലാതെ രാവിലെ എണീക്കാൻ നേരെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ള ടൈം കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് രാവിലെ എന്തായാലും നിങ്ങൾ പ്ലാൻ ചെയ്യേണ്ട ഒന്നാണ്, നാളെ മുതൽ ഞാൻ രാവിലെ ഒരു 6 മണി അല്ലെങ്കിൽ 6:30 എണീറ്റിരിക്കും. കുറേ സമയം പഠിക്കണം എന്നൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് 2 മണിക്കൂറേ പഠിക്കാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ അത്രയും, അങ്ങനെ ഒരു പ്ലാൻ നിങ്ങളെ മനസ്സിൽ വേണം. ഇപ്പൊ കുറേ സമയം പഠിക്കാൻ പറ്റുന്ന കുട്ടികളാണെങ്കിൽ അങ്ങനെ പ്ലാൻ ചെയ്യുക. അപ്പൊ ഒരു പ്രോപ്പർ പ്ലാൻ നിങ്ങളെ മനസ്സിൽ വേണം. എപ്പോൾ ഞാൻ പഠിക്കണം, എപ്പോൾ ഞാൻ സ്കൂളിൽ പോയി തിരിച്ചു വരണം, ഏത് സബ്ജക്റ്റ് പഠിക്കണം, ഏത് പാഠമാണ് എനിക്ക് അറിയാത്തത്, അങ്ങനെ ഒരു പ്ലാൻ നിങ്ങളെ മനസ്സിലുണ്ടാവണം. അപ്പൊ നമ്മളെ ചാനലിൽ തന്നെ നമുക്ക് ഓണപരീക്ഷയ്ക്ക് വേണ്ടി ഓരോ ദിവസവും എങ്ങനെ പഠിക്കണം, ഏത് പാഠം പഠിക്കണം, ഏതാണ് വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ, അതിനെ ബേസ് ചെയ്തിട്ടൊരു സ്റ്റഡി പ്ലാൻ വരുന്നുണ്ട്. നിങ്ങൾക്കും സ്വയം പ്രിപ്പയർ ചെയ്യാം. ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നൊരു വീഡിയോ, സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കി തരാം, അതൊരു വീഡിയോ വരുന്നുണ്ട്. അടുത്തൊരു കാര്യം മിക്ക കുട്ടികളും ചോദിക്കുന്നതാണ്, ബെസ്റ്റ് ടൈം എന്താണ്. ഇപ്പൊ നമ്മൾ പഠിക്കാനൊക്കെ പ്ലാൻ ചെയ്തു, സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കി, അല്ല ഏതൊക്കെ പാഠങ്ങൾ പഠിക്കണം, അങ്ങനെയുള്ള പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി, എത്ര മണിക്ക് എണീക്കണം എന്നൊക്കെ നമ്മൾ തീരുമാനിച്ചു. പക്ഷെ ഏത് സമയത്താണ് കൂടുതൽ പഠിക്കേണ്ടത്, എപ്പൊ പഠിച്ചാൽ തലയിൽ ഇരിക്കുക, അങ്ങനെ ചോദിക്കുന്ന കുട്ടികളോട് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഇന്ന സമയം എന്നില്ല. നിങ്ങൾക്ക് എപ്പോഴാണ് മാക്സിമം എനർജി ഉണ്ടാവുക, നിങ്ങൾക്ക് ബഹളങ്ങളും പ്രശ്നങ്ങളും അല്ലെങ്കിൽ ഡിസ്ട്രാക്ഷൻസും ഒന്നും ഇല്ലാത്ത സമയം ഏതാണോ അതാണ് ബെസ്റ്റ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.
എനിക്കിപ്പോൾ എന്നെ സംബന്ധിച്ച് ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാത്ത, ഞാൻ വളരെ എനർജറ്റിക് ആയിട്ടിരിക്കുന്ന സമയം എനിക്ക് നൈറ്റാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യും, നൈറ്റ് വേണം ചൂസ് ചെയ്യാനായിട്ട്. പക്ഷെ നിങ്ങൾ മിക്ക കുട്ടികളും ചിലപ്പോൾ രാവിലെ ആയിരിക്കും ഒരു ഫ്രഷ് ആയിട്ട്, ഏറ്റവും ബെസ്റ്റ് അതാണ് അല്ല, രാവിലെ എണീറ്റ് ഫ്രഷ് ആയിരുന്ന് നല്ല പോസിറ്റീവ് മൈൻഡാണ്, നല്ല ശബ്ദങ്ങളും നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടുന്ന സമയമാണ് മോർണിംഗ്. അപ്പം ഇരുന്ന് പഠിക്കാം. പക്ഷെ അത് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എനിക്ക് ഒരിക്കലും മോർണിംഗ് പഠിക്കാൻ പറ്റാറില്ല. ഞാൻ മോർണിംഗ് എണീറ്റ് കഴിഞ്ഞാൽ എനിക്കൊരു, നമ്മൾ പറയില്ല, മത്തായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. എനിക്ക് ഒട്ടും എനർജി ഫീൽ ചെയ്യാറില്ല. അപ്പോൾ പല എന്തെങ്കിലും ഗുളികകളൊക്കെ കഴിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ ഇവന് തീരെയും പറ്റില്ല. അപ്പൊ നിങ്ങൾ നോക്കുക, നിങ്ങളെ എനർജി ലെവൽ എപ്പോഴാണ് ടോപ്പിൽ നിൽക്കുന്നത്, ഒരു ബഹളങ്ങളൊന്നും ഇല്ലാത്ത സമയം നിങ്ങൾക്ക് എപ്പോഴാണ്, ആ സമയം കുറച്ചധികം സമയം ഇരുന്ന് നിങ്ങൾ പഠിക്കാം. അടുത്തത് എത്ര സമയം പഠിക്കണം എന്നുള്ളത്. കുറെ കുട്ടികൾ 10-15 മണിക്കൂറോളം ഞാൻ പഠിക്കുന്നുണ്ട്, ഞാൻ 8 മണിക്കൂർ പഠിച്ചു എന്നിട്ടും കിട്ടുന്നില്ല എന്ന് പറയുന്നവരുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, ഏറ്റവും അപ്പോൾ എത്ര സമയം പഠിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു ദിവസം എന്തായാലും 7 തൊട്ട് ഒരു 10 മണിക്കൂർ വരെ നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. 7 to 10 hours എന്തായാലും പഠിക്കണം. സ്കൂളില്ലാത്ത ദിവസത്തെ കാര്യമാണ് പറയുന്നത്. ഒരു 7 to 10 hours നിങ്ങൾക്ക് എന്തായാലും പഠിക്കണം. ഇതിൽ കൂടുതൽ പഠിക്കുന്ന കുട്ടികളുണ്ട്, പക്ഷെ അതിന് കൂടുതൽ പഠിക്കാൻ നിൽക്കരുത്. കാരണം അവർ പഠിക്കുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഉറക്കം കളഞ്ഞിട്ടാവും, പുലർച്ചെ 2 മണി 3 മണി, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാതൊക്കെ ഇരുന്ന് അപ്പൊ അങ്ങനെ പഠിച്ചിട്ട് യാതൊരു കാര്യവും നമ്മുടെ തലയിൽ നിൽക്കില്ല. അപ്പൊ എത്രയോ കുട്ടികൾ കുറേ മണിക്കൂർ രാവിലെ തുടങ്ങി രാത്രി വരെ ഇരുന്ന് പഠിക്കും. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കുന്നുണ്ടാവും, പക്ഷെ നിങ്ങൾക്ക് പിറ്റേ ദിവസത്തെ ഓർത്തെടുക്കാൻ പറ്റില്ല. പരീക്ഷ ഹാളിൽ എത്തുമ്പോൾ തലകറക്കും, ഉറക്കും, അങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് വരും, പല രോഗങ്ങളും വരും. അപ്പൊ അതുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് ടൈം, ഇപ്പോൾ സ്കൂളില്ലാത്ത ദിവസമാണെങ്കിൽ ഒരു 7 to 10 മണിക്കൂർ മാത്രമേ നിങ്ങൾ പഠിക്കേണ്ടതുള്ളൂ. അത്രയും സമയം പഠിച്ചാൽ മതി. ഇനി സ്കൂള് ഉള്ള ദിവസമാണെന്ന് നിങ്ങൾ വിചാരിക്കുക. അപ്പൊ നിങ്ങൾ പഠിക്കാൻ വേണ്ടി, നിങ്ങൾ അസൈൻമെന്റ്സോ റെക്കോർഡ്സിന്റെ കാര്യമൊന്നും അല്ല പറയുന്നത്, നിങ്ങൾ പഠിക്കാൻ വേണ്ടി നിങ്ങൾ സമയം കണ്ടെത്തുന്നത് ഒരു 3 hours എങ്കിലും നിങ്ങൾ പഠിക്കണം. അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും സ്പ്ലിറ്റ് ചെയ്യാം. ഒന്നുകിൽ രാവിലെ നേരത്തെ ഒരു മണിക്കൂർ, എന്നിട്ട് വൈകിട്ട് 2 മണിക്കൂർ, അല്ലെങ്കിൽ രാത്രി എല്ലാവരും കിടന്ന ശേഷം ഒരു 10 to 1 മണി, അങ്ങനെ ഏത് സമയം വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അത്ര തന്നെ നിങ്ങൾ പഠിക്കേണ്ടതുള്ളൂ. ഇനി പഠിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ബ്രേക്ക് കൊടുക്കണം. കുറേ മണിക്കൂർ ഒരേപോലെ ഇരുന്ന് പഠിക്കാതെ, ഇപ്പൊ ഒരു 25 minutes നിങ്ങൾ പഠിച്ചു, അപ്പൊ നിങ്ങൾ പഠിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ, നാളെ മുതൽ പഠിക്കാൻ തുടങ്ങുകയാണ്, കുറേ മണിക്കൂർ ഒറ്റയടിക്കുന്ന പഠിച്ചാൽ നിങ്ങൾക്ക് തന്നെ ഒരു മടുപ്പ് തോന്നും. അപ്പൊ അതിന് പകരം ഒരു 25 minute പഠിച്ചു കഴിഞ്ഞു, ഒരു ടൈം വെക്കുക, 25 minute നിങ്ങൾ പഠിച്ചു കഴിഞ്ഞുണ്ടെങ്കിൽ ഒരു 10 minute ബ്രേക്ക് എടുക്കുക, ഒന്ന് എണീറ്റ് നടക്കുക, വെള്ളം കുടിക്കുക, ഫോൺ നോക്കരുത്, ഒരിക്കലും ഫോൺ നോക്കരുത്. അപ്പൊ നമ്മൾ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അപ്പൊ ഒരു എണീറ്റ് നടക്കുക, ഒന്ന് എക്സസൈസ് ചെയ്യുക, വീട്ടിലെ ആൾക്കാരോടൊക്കെ ഒന്ന് സംസാരിക്കുക, അങ്ങനെ ഒരു ബ്രേക്ക് എടുത്തിട്ട് വേണം പഠിക്കാനായിട്ട്. ഓക്കെ, അടുത്തത് എങ്ങനെയാണ് പഠിക്കുക, ഒരു പ്രോസസ്സ് എങ്ങനെയാണ്. വെറുതെ ഒരു ചാപ്റ്റർ എടുത്തിട്ട് പഠിക്കുകയാണോ? അതിൽ പ്രധാനമായിട്ട് അറിയേണ്ടത്, നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങളെ സിലബസ് മാത്രം നോക്കിയിട്ട് നിങ്ങൾ പഠിക്കുക. കുറെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളോ ഒന്നും പഠിച്ചു കൂട്ടാതെ, എന്താണ് ഇക്കൊല്ലം പരീക്ഷയ്ക്കുള്ളത്, എത്ര പാഠങ്ങൾ എക്സാമിനുണ്ട്, ഏതൊക്കെ ടോപ്പിക് ഉണ്ട്, ഏതാണ് മോർ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, അങ്ങനെ സിലബസ് നോക്കി വേണം നിങ്ങൾ പഠിക്കാൻ. സിലബസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തൊരു സംഭവം റിസോഴ്സസ് ആണ്. നിങ്ങൾ എവിടെ നോക്കി എങ്ങനെ പഠിക്കും, എന്താണ് നിങ്ങളെ കയ്യിലുള്ള ഗൈഡ്, അതാണ്. അതിലിപ്പോൾ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങൾ ഏത് കോച്ചിങ് സെന്റർ, അല്ലെങ്കിൽ നിങ്ങൾ ഏത് ഓൺലൈൻ ക്ലാസ്സിലാണെങ്കിൽ, ഏത് ട്യൂഷൻ ക്ലാസ്സിലാണ്, അല്ലെങ്കിൽ ഏത് കോച്ചിങ് സെന്ററിലാണ്, അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പൊ നമുക്ക് തന്നെ എഡ്യൂവാലിറ്റിന്റെ ഓൺലൈൻ ക്ലാസ്സുകളുണ്ട്. അപ്പൊ അതിലുള്ള ക്ലാസ്സുകളാണ്. അപ്പൊ ഏത് നോക്കിയിട്ടാണ് നിങ്ങൾ പഠിക്കുന്നത്, നിങ്ങളുടെ കയ്യിലുള്ള ബെസ്റ്റ് ഗൈഡ് ഏതാണ്, നിങ്ങളെ ടീച്ചർ, ഒരു ബെസ്റ്റ് ടീച്ചർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചു മുന്നേറാൻ നിങ്ങൾക്ക് പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ നോക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഏതാണ്, ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങളുടെ മാർക്സ്. അപ്പൊ വെറുതെ കുറെ പഠിക്കാതെ നല്ല ഗൈഡ്, ഒരൊറ്റ ഗൈഡ് നമ്മളെ കയ്യിലുണ്ട്, നല്ല ഗൈഡ് ആണെന്നുണ്ടെങ്കിൽ അത് മാത്രം മതി നിങ്ങൾക്ക് നല്ല മാർക്ക്. കുറേ ബുക്കുകളും കുറേ ഗൈഡും നോക്കാതെ കുറേ മാക്സിമം ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു ഗൈഡ് ചൂസ് ചെയ്യുക. നല്ലൊരു ടീച്ചർ നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പൊ നിങ്ങളെ സ്കൂളിലെ ടീച്ചേഴ്സ് കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെതായിട്ടുള്ള ഒന്നുകിൽ കുറേ ഓൺലൈൻ ക്ലാസ്സുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് തന്നെ എഡ്യൂവാലറ്റിന് ഓൺലൈൻ ക്ലാസ്സസ് ഉണ്ട്. അതിൻ്റെയൊക്കെ ക്ലാസ്സുകൾ നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓണപരീക്ഷയ്ക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ക്ലാസ്സുകളും നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ 9746230801 എന്ന് പറഞ്ഞ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഈ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാസ്സിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കിട്ടും. വെറും 500 രൂപ മാത്രമാണ് ഫീസ് വരുന്നുള്ളൂ. എല്ലാ സബ്ജക്റ്റിൻ്റെ ക്ലാസ്സും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഓണപരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകളെല്ലാം ഇതിലുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഒരു ബെസ്റ്റ് ആയിട്ടുള്ള റിസോഴ്സസ് നിങ്ങൾ ചൂസ് ചെയ്യുക. അടുത്തത് നിങ്ങൾ പഠിക്കുക. ഈ പഠിക്കുന്ന സംഭവം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തു എന്തൊക്കെ പഠിക്കണം,
ഇത്ര മണി തൊട്ട് ഇത്ര മണി വരെ ഇന്ന പോർഷൻ, ഇത് നിങ്ങളൊന്ന് പ്ലാൻ ചെയ്യാതെ എന്ത് പഠിക്കണം എന്നുള്ളത് പ്ലാൻ ചെയ്യുക, ഏത് സമയം. അല്ലാതെ നമ്മൾ മോർണിംഗ് തന്നെ ഫിക്സ് ചെയ്യുക, അല്ലെങ്കിൽ രാത്രിയൊക്കെ എടുക്കുമ്പോൾ ഫിക്സ് ചെയ്യുക. ഞാൻ നാളെ രാവിലെ ഇത്ര സമയം ഞാൻ ഇന്ന പോർഷൻ പഠിക്കും, സ്കൂൾ വിട്ട് വന്നിട്ട് ഈ സമയം ഇന്ന പോർഷൻ പഠിക്കും. അങ്ങനെ ഒരു പ്ലാനിങ് നിങ്ങൾ വെക്കുക. എന്നിട്ട് പഠിക്കുക. നിങ്ങൾ വെറുതെ പ്ലാൻ ചെയ്ത് മാത്രം ഇരിക്കുക, അല്ലെങ്കിൽ കുറേ ലൈവ് ക്ലാസ് മാത്രം കാണാതെ ആ പോർഷൻ പഠിക്കുക. ഒരു അരമണിക്കൂർ പഠിക്കുക, ബ്രേക്ക് എടുക്കുക, അരമണിക്കൂർ പഠിക്കുക. അങ്ങനെ പഠിച്ചു പോവാണ് ഏറ്റവും നല്ലത്. അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഒരു ദിവസം മാത്രം ചെയ്യാതെ നിങ്ങളൊരു ഒരു 1 വീക്ക് ഞാൻ അതുപോലെ കണ്ടിന്യൂ ചെയ്യും എന്ന് നിങ്ങൾ ഉറപ്പിക്കുക. അതിനനുസരിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി പിന്നെ നിങ്ങൾ അതിലേക്ക് എത്തും. അപ്പൊ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രോസസ് ഓഫ് സ്റ്റഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കുറേ മണിക്കൂർ പഠിക്കാതെ കുറച്ച് സമയം നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുക. പഠിക്കുന്ന സംഭവം പെർഫെക്റ്റ് ആയിട്ട് പഠിക്കാൻ നോക്കുക. എല്ലാ ഡിസ്ട്രാക്ഷൻസും നിങ്ങൾ കട്ട് ചെയ്യുക. ചുറ്റുപാടുള്ള ബഹളങ്ങളും സംഭവങ്ങളൊക്കെ മാറ്റി സൈലന്റ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ ഇരുന്നിട്ട് വേണം നിങ്ങൾ പഠിക്കുന്നത്. വളരെ കാം ആയിട്ടുള്ള ഏരിയയിൽ നിങ്ങൾ പഠിക്കുക. ഡെഡ് ലൈൻ വെക്കുക. ഇന്ന പാഠം ഞാൻ ഇത്ര സമയം പഠിക്കും, 2 മണിക്കൂർ കൊണ്ട് ഞാൻ ഈ പാഠം പഠിക്കും, ഇന്ന ടോപ്പിക്ക് പഠിക്കും. അങ്ങനെ നിങ്ങൾ പഠിക്കുക. എപ്പോഴും ബ്രേക്ക് ചെയ്യുക പോർഷൻസ്. വലിയ വലിയ പാഠങ്ങളാണെങ്കിൽ അതിനെ 2 or 3 പീസായിട്ട് ബ്രേക്ക് ചെയ്യുക. എന്നിട്ട് രാവിലെ ഒരു പാർട്ട് പഠിക്കുക, വൈകിട്ട് അടുത്ത പാർട്ട്. അത് ഒറ്റയടിക്ക് ഇരുന്ന് ഫുള്ള് പഠിച്ചാൽ തലയിൽ നിൽക്കില്ല. എപ്പോഴും ബ്രേക്ക് ചെയ്ത് ചാപ്റ്ററിനെ 3 പീസാക്കി ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് ഇത് ഒരു 2 മണിക്കൂർ കൊണ്ട്, ഈ പോർഷൻ 2 മണിക്കൂർ കൊണ്ട്, അങ്ങനെ ഒരു ഡെഡ് ലൈൻ വെക്കുക. സ്മോൾ പാർട്സ് ആക്കി ഇങ്ങനെ കട്ട് ചെയ്യുക. ഫോക്കസ് ആയി പഠിക്കുക. അതിൻ്റെ ഇടയിൽ വേറെ ഡിസ്ട്രാക്ഷൻസോ കാര്യങ്ങളോ ഒന്നും പാടില്ല. ഓക്കെ. ഇനി ലാസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ പ്രാക്ടീസ്, റീകളക്ട് ആൻഡ് റിമെമ്പർ. നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചു കഴിഞ്ഞു, പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ ഒപ്പം തന്നെ ഇപ്പോൾ ഓരോ ടോപ്പിക്ക് പഠിക്കുന്നുണ്ടെങ്കിലും ഞാൻ ഇന്ന് എന്തൊക്കെ പഠിച്ചു എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഷോർട്ടായിട്ട് ഇങ്ങനെ ജസ്റ്റ് എഴുതി വെക്കുക. വളരെ ഷോർട്ട് നോട്ട് നിങ്ങളുണ്ടല്ലോ, വേറൊരാളുടെ നോട്ടല്ല. നിങ്ങൾ പഠിച്ച കാര്യം നിങ്ങൾ തന്നെ സ്വയം ചെറിയ ചെറിയ നോട്ട്സ് ആയിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ റീകളക്ട് ചെയ്ത് എഴുതുക. അല്ലാതെ റിവൈസ് ചെയ്യാന്ന് ഞാൻ പറയുന്നില്ല, റീകളക്ട് ചെയ്യുക. ഇപ്പോൾ ഒരു ദിവസം ഞാൻ ഇത്ര പോർഷൻ, ഞാൻ 2 പാഠം ഞാൻ പഠിച്ചു കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ റിവൈസ് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ഫുള്ള് ഇരുന്ന് വായിക്കാൻ നിൽക്കരുത്. കുറേ സമയം പോകും. പകരം നിങ്ങൾ തന്നെ സ്വയം ആലോചിക്കുക, ഞാൻ എന്തൊക്കെ ഇന്ന് പഠിച്ചു, ആ പഠിച്ചതൊക്കെ ഒന്ന് ചെറിയ ഡെഫിനേഷൻസ് ആണെങ്കിൽ ഒന്ന് എഴുതി നോക്കുക, ഇക്വേഷൻസ് ആണെങ്കിൽ ഒന്ന് എഴുതി നോക്കുക. ആ ഒരു ഷോർട്ട് നോട്ട് നിങ്ങൾ ഉണ്ടാക്കുക. എന്നിട്ട് ഇടയിൽ എന്തെങ്കിലും വിട്ടുപോയെങ്കിൽ ആ പോർഷൻ മാത്രം ഒന്നുകൂടി പോയി നോക്കുക. അങ്ങനെ ഷോർട്ട് നോട്ടുകൾ ഉണ്ടാക്കുക ഓരോ ദിവസം പഠിച്ചത്. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യുക? ഒരു 1 വീക്ക് കഴിയുമ്പോൾ ആ ഷോർട്ട് നോട്ട് നോക്കുക. ഓക്കെ. അല്ലാതെ കുറേ റിവൈസ് ചെയ്ത് നിന്നാൽ കുറേ സമയം പോകും. അപ്പോൾ റിമെമ്പർ ചെയ്യണം, നിങ്ങൾ മനസ്സിലുണ്ടാവണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഷോർട്ട് നോട്ടൊക്കെ ഉണ്ടാക്കിയത് റീകളക്ട് ചെയ്യുക. എന്തൊക്കെ പഠിച്ചു എന്നുള്ളത് നോക്കുക. ഒപ്പം നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ച് നോക്കണം. കുറേ ഡെഫിനേഷൻസും കുറേ തിയറി ഭാഗങ്ങൾ മാത്രം പഠിക്കാതെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ എന്താണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്, എങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നതെന്നും കൂടി നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അപ്പം ഇങ്ങനെ പഠിച്ചാൽ മാത്രമേ നമുക്ക് നല്ലൊരു മാർക്കിലേക്ക് എത്താൻ പറ്റുള്ളൂ. പ്രോബ്ലം ക്വസ്റ്റ്യൻസുകൾ ചെയ്ത് നോക്കണം. പ്രോബ്ലം ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യുമ്പോൾ 1-2 പ്രോബ്ലംസ് മാത്രം ചെയ്യാതെ കുറേ എക്സാമ്പിൾസ് ചെയ്യുക. മാത്സ് ആണെങ്കിലും ഫിസിക്സ് ആണെങ്കിലും ഒക്കെ പ്രോബ്ലംസ് വരുമ്പോൾ കുറേ വെറൈറ്റി, കുറേ പല ടൈപ്പ് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അങ്ങനെ പല ക്വസ്റ്റ്യൻസുകൾ ചെയ്യാം. അപ്പം നിങ്ങൾക്ക് എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ മുമ്പ് ചെയ്ത പല ക്വസ്റ്റ്യൻസിലേക്ക് ഒന്ന് ഓർത്തെടുക്കാൻ പറ്റും. അതേ രൂപത്തിലേക്ക് നിങ്ങൾക്കിത് ചെയ്യാനും പറ്റും. അപ്പം അങ്ങനത്തെ പ്രോബ്ലം ക്വസ്റ്റ്യൻസും കൂടി ചെയ്ത് പഠിക്കാം. അപ്പം ഇങ്ങനെ വേണം നിങ്ങൾ പഠിക്കാനായിട്ട്. ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫേം ആയിട്ടും A+ ഉറപ്പിക്കാനായിട്ട് പറ്റും. അപ്പം എല്ലാവരും ഇന്ന് തന്നെ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുക. ഞാൻ ഏത് പാഠം പഠിക്കണം, ഏത് സമയം ഞാൻ പഠിക്കണം, ബ്രേക്ക് ചെയ്ത് പഠിക്കുക. ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഒഴിവാക്കി, ഫോണും ബാക്കിയുള്ള ബഹളങ്ങളൊക്കെ ഒഴിവാക്കി കാമായിട്ടൊരു സ്ഥലത്ത് പോയിട്ട് പഠിക്കുക. രാവിലെ നേരത്തെ എണീറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ സമയം പഠിക്കാനായിട്ട് കിട്ടും. കുറേ മണിക്കൂർ ഒരേപോലെ പഠിക്കാതെ ഒരു ബ്രേക്ക് എടുത്ത്, ഒരു അരമണിക്കൂർ അതിനൊരു ബ്രേക്ക് എടുത്ത് അങ്ങനെ പഠിച്ചു പോവാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇനി ആർക്കെങ്കിലും നമ്മൾ ഓൺലൈൻ ക്ലാസ് വേണം, പോർഷൻസ് ഒക്കെ ഒപ്പം പഠിക്കണം, പലതും അറിയുന്നില്ല, അല്ലെങ്കിൽ പല പോർഷൻസും മനസ്സിലായിട്ടില്ല എന്നുള്ളവർക്ക് നമ്മുടെ EduValetന്റെ എൻ്റെ ക്ലാസ്സുകളിലേക്ക് ജോയിൻ ചെയ്യാം. സയൻസ് +2 സയൻസ് കുട്ടികൾക്കാണ് ക്ലാസ് ഉള്ളത്. ഈ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി, 9746230801. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.